നമസ്കാരം ഡാകുഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഡീറ്റെയിലുകൾ എന്താണെന്നാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെന്താ സംഭവം എന്ന് അറിയാത്ത കാരണം ഒഴിവാക്കി വിട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ ക്വിക്സൽ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യാം. ക്വിക്സൽ ബ്രിഡ്ജ് എന്നാണ് നമുക്ക് കൂടുതലും ഡീറ്റെയിലുകൾ കാണാൻ പറ്റുന്നത് അല്ലേ. ആ മെറ്റീരിയലിൻ്റെ അതേ ലുക്കിൽ കാണുന്ന ഒരു സംഭവം ആയതുകൊണ്ട് മെറ്റീരിയൽ ആണെന്ന് മനസ്സിലാകാത്ത കാരണം അപ്ലൈ ചെയ്താലും ശരിയാത്തൊരു കാരണം നമ്മളിങ്ങനെ ഒഴിവാക്കിയിട്ട ഭാഗമാണ് അല്ലേ. ജസ്റ്റ് ഡീറ്റെയിൽ ഈ ഡീറ്റെയിലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ ഒരുപാട് ഡീറ്റെയിലുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും. ജസ്റ്റ് മുകളിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കോൺക്രീറ്റ് എന്നുള്ളൊരു ഡീറ്റെയിൽ കാണാൻ പറ്റും അല്ലേ. മുകളിലായിട്ട് ഈ കോൺക്രീറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഡീറ്റെയിൽ ഞാൻ ഡൗൺലോഡ് ചെയ്യണേ. ഈ ഡാമേജ് എന്നുള്ള ഈ ഒരു സംഭവം, ഏതെങ്കിലും ഡാമേജ് പാച്ച്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. വീട്ടിലൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഡാമേജ് ഉള്ള ഭാഗങ്ങളിലൊക്കെ ഈ ഒരു കട്ടായി പോയ ഈ ഒരു സംഭവത്തിന് ഞാൻ ഡൗൺലോഡ് ചെയ്യാണ്. എന്ത് ചെയ്യുക, ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ നേരത്തെ കണ്ടായിരിക്കും അല്ലേ. ഇത് നേരത്തെ ചെയ്താണ്. ഇതിൽ ഒരുപാട് ഡീറ്റെയിലുകൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബുക്കിൻ്റെ ഐക്കൺ കണ്ടോ, പേപ്പറിൻ്റെ ഐക്കൺ കാണുന്നൊക്കെ ഡീറ്റെയിലുകളാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തതിനെ ഈ നിലത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചിരുന്നു. നിലം പൊട്ടിക്കീറിയ പോലെ ഈ നിലത്തൊന്നും വാർപ്പിൻ്റെ ഏരിയ ഒന്നും ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് കാണിക്കാനല്ലേ. ജസ്റ്റ് ഞാൻ ഇതൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് ആ നിലത്തേക്ക് വെക്കുമ്പോൾ നോക്കിക്കോ അവിടെ അപ്ലൈ ആവുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വലിപ്പത്തിലാണ് അപ്ലൈ ആയിരിക്കുന്നത്. നമ്മുടെ ചുമരിലൊക്കെ കയറിയിട്ട് അപ്പോൾ നമുക്കിതിനെ ബാക്കി കണ്ടന്റുകളൊക്കെ വലുതാക്കിയും ചെറുതാക്കിയും ചെയ്യുന്ന പോലെ തന്നെ ഇതിനെയും റീസൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, ജസ്റ്റ് ആർ ബട്ടൺ അല്ല, ആർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പൊസിഷൻ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ബുക്കിൻ്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ആ ബുക്കിൻ്റെ ഐക്കണാണ് ആ ഒരു ഡീറ്റെയിൽ, മീൻസ് ആ പേപ്പറിൻ്റെ ഒരു ഐക്കണില്ലേ അത്. ഓക്കെ, ഇനി നമുക്കിത് പോലെ സ്കെയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ എല്ലാ സംഭവങ്ങളും സ്കെയിൽ ചെയ്യുന്ന പോലെ തന്നെ സ്കെയിൽ ചെയ്ത് ചെറുതാക്കാൻ പറ്റും. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ. ഇപ്പോൾ ആ ഒരു നില ഇങ്ങനെ പൊട്ടിക്കീറിയിട്ട് അടിയിലുള്ള കമ്പി കാണുന്ന പോലെയാണ് അവിടെ സെറ്റ് അയക്കുന്നത്. പക്ഷെ പ്രധാന പ്രശ്നം അതല്ല, നമ്മൾ ഈ ഡീറ്റെയിൽ കണ്ടോ, ആ ബെഞ്ചിലേക്ക് കൂടെ കീറിയാൻ കൊട്ടി. ഈ സംഭവം എവിടെ കൊണ്ട് വെച്ചാലും തൊട്ടടുത്തുള്ള എല്ലാ ഒബ്ജക്റ്റിലേക്ക് ഇത് കീറിയാൻ കൊട്ടും. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. ഇപ്പോൾ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതാക്കി വെക്കുന്നതിനോടും നല്ലൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനൊന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ ബെഞ്ചല്ല, ഈ ബെഞ്ചിനൊന്ന് സെലക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് പാനലിൻ്റെ അകത്ത് വരിക. ഡീറ്റെയിൽസ് പാനലിൻ്റെ അകത്ത് സെർച്ച് കോളത്തിൻ്റെ അകത്ത് ഡീറ്റെയിലിന് സെർച്ച് ചെയ്യുക. ഡീറ്റെയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡീറ്റെയിൽ ടിക്ക് കാണാൻ പറ്റും. അത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോയിക്കോളൂ കേട്ടോ. ഏത് ഒബ്ജക്റ്റിലാണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അതിനെ ക്ലിക്ക് ചെയ്യുക. നേരെ വന്നിട്ട് ഡീറ്റെയിൽസ് പാനലിൻ്റെ അകത്ത് വരിക, ഡീറ്റെയിലിന് സെർച്ച് ചെയ്യുക, എന്നിട്ട് ഡീറ്റെയിലിൻ്റെ ടിക്ക് ഒഴിവാക്കുക. സിമ്പിൾ. അപ്പോൾ ഇവർ തരുന്ന ഈ ഒരു ഡീറ്റെയിലുകൾ മാത്രം നമുക്ക് പോരല്ലേ, ഇനി സ്വന്തമായിട്ട് എങ്ങനെ ഒരു ഡീറ്റെയിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം അല്ലേ. ഒരു കണ്ടന്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഏതെങ്കിലും ഫോൾഡർ ഓപ്പൺ ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുക. സിമ്പിളാണ്. മെറ്റീരിയലിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയലിന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ സെറ്റിംഗ്സ് ഒന്നും കണ്ട് വെറുതെ ടെൻഷൻ ആവണ്ട, ഒന്നുമില്ല, സിമ്പിളാണ്. നമുക്ക് രണ്ട് സെറ്റിംഗ്സ് മാറ്റിയാൽ മതി. ഡീറ്റെയിൽസ് പാനലിൻ്റെ അകത്ത് തന്നെ വരിക, എന്നിട്ട് ഇവിടെ ബ്ലെൻഡിങ് മോഡിലെ ഓപ്ഷൻ മാറ്റിയിട്ട് ട്രാൻസ്ലുസെൻ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ആക്കി മാറ്റുക. ഓക്കെ അല്ലേ. അത് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഉള്ളോട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഓപ്ഷൻ ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യുക, നേരെ മുകളിൽ മെറ്റീരിയൽ ഡൊമൈൻ ഉണ്ട്, അത് മാറ്റിയിട്ട് അവിടെ ഇപ്പോൾ ഡിഫേർഡ് ഡീറ്റെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, രണ്ടാമതായിട്ടുള്ള അത് യൂസ് ചെയ്യുക കേട്ടോ. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഡിഫോൾട്ട് മെറ്റീരിയൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് നിന്ന് മാറിയിട്ട് ഡീറ്റെയിൽ എന്നുള്ളൊരു മോഡിലേക്ക് മാറിയിട്ട് അതിന് എന്ത് ചെയ്യുക, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു PNG ഇമേജ്, അതായത് ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, അത് നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ ഞാൻ വിചാരിക്കുന്നു. ആ ഒരു ഇമേജിനെ ഡൗൺലോഡ് ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്തതോ ഏതോ ജസ്റ്റ് എന്ത് ചെയ്യുക, കണ്ടന്റ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഫോൾഡറിൻ്റെ അകത്തുനിന്ന് വലിച്ച് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക കേട്ടോ. വലിച്ച് ഇങ്ങോട്ടേക്ക് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഫോട്ടോയിനെ നേരെ ഈ ഒരു പ്ലെയിനിലേക്ക് ആഡ് ചെയ്യുക. ഇനി RGBൻ്റെ അകത്തുനിന്ന് ഒരു പൈപ്പ് ലൈൻ വലിക്കുക, ബേസ് കളറിലേക്ക് കണക്ട് ചെയ്യുക. അതേപോലെ കണ്ടോ, ആൽഫ ചാനലാണ്, ട്രാൻസ്പെറൻറ്റ് ചാനലാണ് കേട്ടോ. അവിടെ നിന്ന് എടുത്തിട്ട് ഒപ്പാസിറ്റിയിലേക്ക് കണക്ട് ചെയ്യുക. കണ്ടോ, അവിടെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് എന്നുള്ളതിന് വലിച്ച് അങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ സെറ്റായി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നേരെ എന്ത് ചെയ്യുക, സേവ് ചെയ്യാം കേട്ടോ. സേവ് ചെയ്യാൻ മറക്കരുത്. സേവ് ചെയ്ത ശേഷം തിരിച്ച് അണ്ടർ എഞ്ചിനിൽ തന്നെ വരിക, കണ്ടന്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഇപ്പം പുതിയൊരു മെറ്റീരിയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ട് കാണാം അല്ലേ. ആ മെറ്റീരിയലാണ് നമ്മുടെ ഡീറ്റെയിൽ. ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, നമ്മുടെ ചുമരിലേക്ക് വെച്ച് കൊടുക്കുക അല്ലേ. എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടേക്ക് വെച്ച് കൊടുത്തിട്ട് സ്കെയിൽ ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ സ്കെയിൽ ചെയ്ത് നമുക്ക് വേണ്ട പോലെ ഫിറ്റ് ചെയ്തിട്ട് വെക്കുക. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നേരെ ഡീറ്റെയിൽസ് പാനലിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് സെറ്റിംഗ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ ഫെയ്ഡ് മോഡുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് എത്രത്തോളം തെളിഞ്ഞ് കാണണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഐഡിയും അതേപോലെ വെബ്സൈറ്റ് ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക, അതേപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുവാണെങ്കിൽ മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.